നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കാണാതായ മലയാളി വനിത നാട്ടിലെത്തി എന്ന സന്തോഷകരമായ വാർത്ത പുറത്തു വരുമ്പോൾ രജനി അനുഭവിച്ച യാതനകളുടെ കഥ നെഞ്ച് തകർക്കുന്നതാണ്. ജോലി സ്ഥലത്തു നിന്ന് മർദ്ദനം സഹിക്കവയ്യാതെ ഓടി രക്ഷപ്പെട്ടതാണ് രജനി. ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന രജനി മകളുടെ വിവാഹത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് സൗദിയിൽ വീട്ടുജോലിക്ക് എത്തിയത്. വലിയ പ്രതീക്ഷകളുമായി സൗദിയിലെത്തിയ രജനിക്ക് മുന്നിൽ സൗദി കരുണ കാട്ടിയില്ല. ഒരു ക്രൂരനായ സ്പോൺസറെയായിരുന്നു അവൾക്ക് സൗദി നൽകിയത്. പിന്നീട് അങ്ങോട്ട് യാതനയുടെ നാളുകളായിരുന്നു. ഏതാണ്ട് ഗദ്ദാമ സിനിമയിലെ കാവ്യ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ മർദ്ദനമുറകൾ ശരീരം താങ്ങാതെ വന്നതോടെയാണ് അവൾ ഓടി രക്ഷപ്പെടാനുള്ള വഴി തേടിയത്. അതേസമയം 7 മാസം മുൻപ് സൗദിയിലെത്തിയ ഇവർ 3 മാസത്തിന് ശേഷം നാടുമായി ബന്ധപ്പെട്ടിരുന്നില്ല. തുടർന്ന് അമ്മയെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രജനിയുടെ മകൾ അറാറിലെ സാമൂഹ്യ പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ കുഞ്ഞഹമ്മദ് കുരാച്ചുമുണ്ടുമായി ബന്ധപ്പെടുകയായിരുന്നു. ജോലി സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട രജനിയെ കണ്ടെത്തിയ ലേബർ ഉദ്യോഗസ്ഥർ സ്പോൺസറെ വിളിച്ചുവെങ്കിലും രജനി ഒളിച്ചോടിയതിൽ പ്രതിഷേധിച്ച് സഹകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അന്ത്യശാസ്ത്രം നൽകിയതോടെയാണ് സ്പോൺസർ ശമ്പള കുടിശ്ശികയും പാസ്പോർട്ടും ലേബർ ഓഫീസിൽ എത്തിച്ചത്. രോഗത്തിന് ശമനമായതോടെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുവെങ്കിലും നാട്ടിൽ പോകുന്നതുവരെ അവിടെ തുടരാനായിരുന്നു അധികൃതർ അനുമതി നൽകിയത്. അതിനുശേഷമാണ് രജനി നാട്ടിലേക്ക് എത്തിയത്. സാമൂഹിക പ്രവർത്തകൻ സുധീർ ഹംസയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് നാടുകടത്തൽ കേന്ദ്രത്തിൽ രജനി ഷൈജുവിനെ കണ്ടെത്തിയത്. ജോലി ചെയ്ത വീട്ടിലെ മർദ്ദനം സഹിക്കവയ്യാതെ ഓടി രക്ഷപ്പെട്ട രജനി ലേബർ ഓഫീസിൽ അഭയം തേടുകയായിരുന്നുവെന്നാണ് അധികൃതർ പറഞ്ഞത്. അവശനിലയിലായ രജനിക്ക് ഭക്ഷണവും മറ്റും നൽകിയ ശേഷം നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇതിനിടെ കടുത്ത വയറുവേദന അനുഭവപ്പെട്ട രജനിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയിരുന്നു. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരായ സുധീർ ഹംസ, പ്രവീൺ വിനീത് എന്നിവരാണ് ആശുപത്രിയിൽ രജനിക്ക് അവിടെ സാന്ത്വനമായി ഉണ്ടായിരുന്നത്. എന്തായാലും പ്രവാസത്തിൻ്റെ കൈപ്പേറിയ ആ അനുഭവങ്ങൾക്ക് ശേഷം അവൾ വീട്ടിൽ സുരക്ഷിതയായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.